റീസെൻ്റ്ലി ഒരു മെഡിക്കൽ സ്റ്റഡിയിൽ പറഞ്ഞത് നമ്മൾ വണ്ടി എടുക്കുമ്പോഴുള്ള ബ്ലഡ് പ്രഷറല്ല ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സ്റ്റഡീസിൽ പറയുന്നത് നമ്മളിപ്പോൾ തിരക്ക് ഉള്ള സമയത്തും തിരക്കില്ലാത്ത സമയത്ത് പോയാലും പ്രഷറിന് ഭയങ്കര വേരിയേഷനാണ്. നമുക്ക് തിരക്കാണ് ചെന്നെത്താൻ, ഈ ബ്ലോക്കിൽ എങ്ങനെയെങ്കിലും പെടാണ്ട് ചെന്നെത്താൻ. അതിനൊന്നും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂലേ? ഒരു പരിഹാരമില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഈ കുഴികളും ഇതൊക്കെ നമുക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര മണിക്കൂറാണ്? ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പോൾ 8 മണിക്കൂർ എടുത്തത്, കൊച്ചിയിൽ നിന്ന് 8 മണിക്കൂർ കോഴിക്കോടെത്താൻ. കാരണം മുഴുവൻ കുഴി, മഴ, ട്രാഫിക് സെൻസ് ഇല്ലാത്ത ആൾക്കാരും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് 8 മണിക്കൂർ എടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്ദേ ഭാരതിൽ നിന്ന് ടിക്കറ്റ് കിട്ടാത്തത്. ആരാ ഇപ്പോൾ കോഴിക്കോടും കണ്ടൊരു വണ്ടി ഓടിച്ചത്? പണ്ടൊക്കെ നമ്മൾ സ്ഥിരം വണ്ടി ഓടിച്ചല്ലേ പോകും. അതെ, നമുക്ക് സഹിക്കാമല്ലോ. നമ്മുടെ പ്രഷറൊക്കെ കൂടി നമുക്ക് വല്ലാത്ത അവസ്ഥയും വിചാരിക്കുന്ന സമയത്ത് എത്തില്ല. ഇപ്പോൾ ഞാനെപ്പോഴും എല്ലാം എൻ്റെ പോലും പറയാം, നമ്മുടെ ഈ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരാത്ത എന്തുകൊണ്ടാണ്? ശരിയാണ് ഇല്ലേ? എൻ്റെ മോള് അവൾ UK ഉണ്ട്. അവളൊക്കെ 15 മിനിറ്റ് കൊണ്ട് ട്രെയിനിൽ പോയിട്ട് വരും. എന്ന് വെച്ചാൽ ട്രെയിൻ ഒരു സെക്കൻഡ് പോലും വൈകില്ലല്ലോ. നമുക്ക് അങ്ങനെ കൃത്യമായി പോയി കൃത്യമായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ശീലിച്ചിട്ട് കുട്ടികളും തിരിച്ചു വരില്ല. അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് തേവര കോളേജിൽ അവൾ പോയി പഠിച്ചിരുന്നത് 3 മണിക്കൂറുണ്ടാണ് രാവിലെ ബസ്സിൽ, ഇല്ലേ? അതിനൊക്കെ ദൂരമാണ്. ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അവൾ പോയിട്ട് വന്ന് വീട്ടിൽ തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു സിവിക് സെൻസ് ഇല്ലായ്മ എല്ലാം കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ ലോകം എന്ന് മനസ്സിലാക്കുന്നത് വെളിയിൽ പോകുമ്പോഴാണ്. അപ്പോൾ അവർ തിരിച്ചു വരില്ല നാച്ചുറലി. അതിനകത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഏത് ഗവൺമെൻറ് എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എല്ലാ മലയാളി പിള്ളേരോട് സംസാരിക്കും. ഞാനിപ്പോൾ കാനഡ, US, UK, ഡെൻമാർക്ക് അങ്ങനെയുള്ള എല്ലായിടത്തും കോളേജിൽ പോയിട്ടുണ്ട്. ജോർജിയ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒറ്റ കുട്ടി ഞാൻ തിരിച്ച് നാട്ടിൽ വരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർ സിങ്കായെന്ന് മാത്രമല്ല, അവർ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ക്വാളിറ്റി ഉള്ള ജീവിതത്തിൻ്റെ അത് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. പിന്നെ ആരാ തിരിച്ചു വരുന്നത്? ഇപ്പോൾ നമുക്ക് പോലും അവിടെ പോയി കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും തിരിച്ചുവിടാന്ന് പറയും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ വരെ വരുന്ന വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രീതി മനസ്സിലായില്ലേ. പിന്നെ നമ്മുടെ റൂട്ടുകൾ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിൽക്കുന്നതല്ലേ.